ഇത് നമ്മളെ മലപ്പുറം ജില്ലയിലെ സഞ്ചരിക്കുന്ന ഭക്ഷണം പരിശോധിക്കുന്ന ലാബാ. മുന്നേ കണ്ടിട്ടുണ്ടോ? ഇല്ല അല്ലെ? നമ്മളെ മലപ്പുറം ജില്ലയിലെ എല്ലായിടങ്ങളിലും ഹോട്ടലുകള്, മാർക്കറ്റുകളൊക്കെ പരിശോധനയ്ക്ക് വേണ്ടിയിട്ടും ആളുകൾക്ക് ബോധവൽക്കരണത്തിനും പരിശീലനത്തിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മൊബൈൽ ലാബ് ഉപയോഗിക്കുന്നത്. എല്ലാ ജില്ലയിലും ഇതുപോലെ ഒരു സഞ്ചരിക്കുന്ന ലാബ് ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ കീഴിലുണ്ട്. അപ്പൊ നമ്മളെങ്ങനെയാണ് ഭക്ഷണത്തിലെ മായങ്ങള് ഒക്കെ തിരിച്ചറിയാനും ഭക്ഷണത്തിലെ മായം ചേർക്കുന്നതോടുള്ള ദോഷവശങ്ങളൊക്കെ അതിനുള്ള ബോധവൽക്കരണമൊക്കെയാണ്. ഇപ്പൊ നമ്മള് കൂടുതലായിട്ട് ഇപ്പൊ ഫുഡ് കളറുകളല്ലേ നമ്മള് ധാരാളമായിട്ട് നിങ്ങളെ വീട്ടിൽ വാങ്ങാറുണ്ടോ? ഇല്ല അല്ലെ? വാങ്ങാറുണ്ടോ? അപ്പൊ നിങ്ങൾ വാങ്ങാറുണ്ടോ? പൊരിക്കണെങ്കിൽ ഇഷ്ടപ്പെടുള്ളൂ. കളർ എന്തിനാ നമ്മള് ആകർഷണത്തിന് മാത്രം, ടേസ്റ്റ് ഒന്നും തരുന്നില്ല. ഫുഡ് കളർ എന്തെന്നാ ഉണ്ടാക്കണമെന്നറിയോ? പെട്രോളിയത്തിന്റെ ബൈ പ്രോഡക്റ്റുകളാണ് ഫുഡ് കളറുകൾ. പണ്ടൊന്നും നമ്മൾ ഇത്തരം കളറുകൾ ഉപയോഗിച്ചിട്ടല്ലല്ലോ. അപ്പൊ നമ്മളെ ഭക്ഷണ രീതി മാറി, വ്യായാമങ്ങളെ കുറവൊക്കെ, നമുക്ക് ജീവിതശൈലി രോഗങ്ങളൊക്കെ വളരെയധികം കൂടുതലാണല്ലോ. അപ്പൊ ഈ ഫുഡ് കളർ നമ്മളവിടെ എഴുതിയിട്ടുണ്ട്. ഭക്ഷണ നിറങ്ങൾ എന്തിനാണെന്ന് ആകർഷണം കൂട്ടാനൊന്ന്. പിന്നെ കൂടുതൽ ഗുണനിലവാരമുള്ളത് കളറുള്ളത് കൂടുതൽ ഗുണനിലവാരമുണ്ട് എന്നുള്ളൊരു തോന്നലാണ്. ഇപ്പൊ കുട്ടികളാണെങ്കിലും നല്ല കളർഫുൾ ആയിട്ടുള്ള മിഠായി, കളറില്ലാത്ത കടലമിഠായിയുടെ മിഠായി ഒക്കെ ഉണ്ടെങ്കിൽ ഓരേതാ ചൂസ് ചെയ്യാ? കളർഫുൾ ആയിട്ടുള്ള മിഠായികള്. ചില മിഠായികൾ എന്താ 3, 4 കളറുകളൊക്കെ. ചില ഫുഡ് കളർ എന്ന് പറഞ്ഞാൽ ചിലവർക്ക് അലർജി ഉണ്ടാക്കും. പിന്നെ ആസ്മ, കുട്ടികളിലൊക്കെ ഹൈപ്പർ ആക്ടിവിറ്റി പോലത്തെ അസുഖങ്ങളൊക്കെ ഉണ്ടാക്കും. ഹൈപ്പർ ആക്ടിവിറ്റി കേട്ടിട്ടില്ലേ? ഒരു സ്ഥലത്തും അടങ്ങിയിരിക്കാൻ കഴിയാത്ത, ഒന്നിലും ഒരു പ്രവൃത്തി അവർക്ക് ചെയ്യാൻ കഴിയില്ല. അങ്ങനെ വേറെ ഒന്ന്. അപ്പൊ അതും കുട്ടികൾക്ക് ബുദ്ധിമുട്ടാണ്. നമ്മളെ കുട്ടികളെ കുറിച്ച് കൂടുതലായ ഹൈപ്പർ ആക്ടിവിറ്റി എന്നാ പറയാ. ഹൈപ്പർ ആക്ടിവിറ്റി, പഠന വൈകല്യങ്ങള്, ഓർമ്മക്കുറവൊക്കെ ഫുഡ് കളറിന്റെ ഉപയോഗം മൂലം ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ നമ്മള് ഫുഡ് കളർ എന്ന് പറഞ്ഞ ആകർഷണം കൂട്ടാനും, പിന്നെ നമ്മള് ഭക്ഷണം പാചകം ചെയ്യുമ്പോ അതിന്റെ നിറം കുറയുമ്പോ പുറത്തുകയറി ഉപയോഗിച്ചാല് കൂടുതൽ കളർ പാചകം ചെയ്യണത് ഇത് വീണ്ടെടുക്കാനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഫുഡ് കളർ ഉപയോഗിക്കും. പിന്നെ ഓരോ കളർ നമുക്ക് ഓരോ രുചി. ഇപ്പൊ ഓറഞ്ച് കളർ ഓറഞ്ചിന്റെ ഒരു ഫ്ലേവർ വരില്ലേ, അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഫുഡ് കളർ ഉപയോഗിക്കുന്നത്. അപ്പൊ നമ്മള് വീടുകളിലൊക്കെ കളർ ഉപയോഗിക്കുന്നത് കുറയ്ക്കാം. കടക്കാർക്കും തന്നെയുള്ള ഒരു പ്രശ്നമാണ് ആളുകൾക്ക് കളറുള്ളത് ആളുകൾക്ക് വേണ്ടത്. അതായത് കളറില്ലാതെ ഫുഡ് ഉണ്ടാക്കിയാല് കളറുള്ളിടത്തേക്ക് ആളുകൾ പോവുകയാണ്. അപ്പൊ കളറും പിന്നെ മറ്റു ഫ്ലേവർ കൂട്ടുന്ന രാസവസ്തുക്കളൊക്കെ ചേർത്ത സ്ഥലത്തേക്ക് ആളുകൾ പോവുകയാണ്. അപ്പൊ നമ്മളെടുത്താണ് അതിന്റെയൊക്കെ കുറച്ച് പ്രശ്നം നമ്മളെടുത്തുണ്ട്. ഇപ്പൊ ഫുഡ് കളറിന്റെ ദോഷങ്ങളൊക്കെ മനസ്സിലാക്കുക. അത് കൂടുതലായ ക്യാൻസർ, കിഡ്നി, ലിവറിനൊക്കെ അത് തകരാറിലാക്കും. അപ്പൊ ഫുഡ് കളറൊന്നും ഉപയോഗിക്കാതെ നമ്മള് നാച്ചുറൽ കളറുകളൊക്കെ ഫുഡിൽ ഉപയോഗിക്കാം. പണ്ടൊക്കെ നമ്മള് നാച്ചുറൽ കളറുകളല്ലേ ഉപയോഗിച്ചിരുന്നത്, അതേപോലെ നാച്ചുറൽ കളറുകൾ ഉപയോഗിക്കാം. ഇപ്പൊ നമ്മള് കടകളൊക്കെ പരിശോധിക്കാൻ പോകുമ്പോ ചായപ്പൊടിയിൽ പോലും കൃത്രിമ നിറങ്ങൾ ചേർത്തിട്ട് വരുന്നുണ്ട്. എങ്ങനെ നമുക്ക് വീടുകളിൽ തന്നെ മായം ചായപ്പൊടിയിലൊക്കെ തരം കൃത്രിമ നിറങ്ങൾ ഉണ്ടോ നോക്കുക വെച്ചാൽ ടിഷ്യൂ പേപ്പർ എടുത്തിട്ട് അതിൽ ചായപ്പൊടി ഇട്ട് ഇത്തിരി പച്ചവെള്ളം ഒഴിച്ചു നോക്കിയാൽ തന്നെ നമുക്ക് നിറമുണ്ടോ, കളർ ആഡ് ചെയ്തിട്ടുണ്ടോന്ന് അറിയാൻ പറ്റും. ഇത്തരം കളറുകൾ ഉപയോഗിക്കുന്ന വെച്ചാൽ കുറച്ച് പൊടി ഇട്ടാൽ തന്നെ ഒരു നല്ല കുറച്ച് പൊടി ഇട്ടാൽ മതി. ബ്രാൻഡഡ് ഒക്കെ ആണെങ്കിൽ നല്ല കൂടുതൽ ഇടണ്ടേ? അല്ലെങ്കിൽ കണ്ടോ, ഇത് രണ്ടിന്റെ വ്യത്യാസം മനസ്സിലായോ? ഇങ്ങനെ കുത്തണ കളറൊക്കെ ഉണ്ടെങ്കിൽ കൃത്രിമ നിറങ്ങൾ. അത് നമ്മൾ ഇവിടെ ക്രോമറ്റോഗ്രാഫിയാണ് ചെയ്യുക. അതായത് ഏതൊക്കെ കളർ ചേർത്തിട്ടുണ്ട് എന്നൊക്കെ. ഓരോ നിറം കിട്ടാൻ നമുക്ക് ഓരോ കളറിന് ഓരോ പേരാണ്. വെള്ളം നോർമൽ വെള്ളം സാധാ പച്ചവെള്ളം തന്നെ. ഇത് നമുക്കൊരു പച്ച കളറിന് ഒരു മഞ്ഞ കളർ ഉണ്ടാവും നല്ല ചായപ്പൊടിക്ക്. അതതിന്റെ കറയാണ്. ഈ കുത്തണ കളറൊക്കെ ഉണ്ടെങ്കിലാണ് നമുക്ക് കൃത്രിമമായി ചേർത്തത്. അല്ലെങ്കിൽ നമുക്ക് ഒരു ചില്ലിന്റെ ഗ്ലാസ്സിൽ ഇട്ട് നോക്കിയാലും കാണാൻ കഴിയും. അതായത് ഇതിൽ എന്തെങ്കിലും കാണുന്നുണ്ടോ നമുക്ക്?
കളറ് കളർ ഇറങ്ങി വരും. ഇറങ്ങി വരുന്നത് ഓരോ തൈയിൽ പുതിയ പോലെ ആ കളർ നൂല് പോലെ. പടർന്ന് വരുന്നുണ്ട്. കണ്ടില്ലേ? അപ്പൊ നമുക്ക് വീടുകളിൽ ഇങ്ങനെ നോക്കാം. അപ്പൊ വീട് പച്ചവെള്ളം തന്നെ, പച്ചവെള്ളം ഈ കൃത്രിമ നിറങ്ങൾ എന്ന് പറഞ്ഞാൽ വാട്ടർ സോലുബിൾ ആണ്. അപ്പൊ വെള്ളത്തിൽ ലയിക്കും. പിന്നെ നമ്മള് ഇതിൽ തന്നെ നമുക്ക് ഒരുപാട് ടെസ്റ്റ് നിങ്ങൾക്ക് തന്ന നോട്ടീസ് ഇല്ലേ, അതില് നമുക്ക് വീടുകളിൽ എങ്ങനെ മായം, പൊടികളിലെ മായം, വെളിച്ചെണ്ണയിലെ മായം, സാമ്പാർ കായത്തില്, തേനിലൊക്കെ എങ്ങനെ മായം ചേർത്തത് വീടുകളിൽ ചെയ്യാന്നുള്ള ടെസ്റ്റുകളൊക്കെ ഉണ്ട്. പിന്നെ നമ്മളെ വീട്ടിൽ തന്നെ ഫുഡ് കളർ, നമ്മൾ എന്ത് ഫുഡ് വാങ്ങുകയാണെങ്കിലും ലേബലൊക്കെ ഉള്ളത് വാങ്ങണം. അതിലെ ലേബല് വിവരങ്ങളിൽ എന്തൊക്കെ ഉൾപ്പെടുത്തണം എന്നൊക്കെ അതിലുണ്ട്. പിന്നെ നമ്മള് എങ്ങനെ നമുക്ക് ശുചിത്വം, ഭക്ഷണത്തിന്റെ ഫുഡ് സേഫ്റ്റി ഉറപ്പുവരുത്താന്നൊക്കെ ഉണ്ട്. പിന്നെ നമുക്ക് ടോൾ ഫ്രീ നമ്പർ ഒക്കെ ഉണ്ട്, നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അറിയിക്കാനൊക്കെ. ഇതെന്ന് പറഞ്ഞാൽ നമ്മളെ കടകളിലെ ഓയിൽ പരിശോധിക്കാൻ, ഉപയോഗിച്ച ഓയിൽ തന്നെ ഒരുപാട് തവണ ഉപയോഗിക്കൂലേ, അപ്പൊ അതിലൊരു കെമിക്കൽ രൂപം പെടും, ടോട്ടൽ പോളാർ കോമ്പൗണ്ട് എന്ന് പറയും. അതിന്റെ എത്രത്തോളം ആ എണ്ണയില് എത്രത്തോളം കെമിക്കൽ ടോട്ടൽ പോളാർ കോമ്പൗണ്ട് ഉണ്ടായെന്ന് നമുക്ക് ഇവിടെ എണ്ണയിൽ ഹോട്ടലൊക്കെ പരിശോധിക്കുമ്പോൾ എണ്ണയിൽ ഡിപ്പ് ചെയ്താൽ നമുക്ക് അതിന്റെ ടെമ്പറേച്ചറും അതിൽ എത്ര പെർസെന്റേജ് ടോട്ടൽ പോളാർ കോമ്പൗണ്ട് ഉണ്ടെന്ന് മനസ്സിലാക്കാം. 25-ന്റെ കൂടുതലൊക്കെ ആണെങ്കിൽ ആ എണ്ണ പിന്നെ ഉപയോഗിക്കാൻ പാടില്ല, നശിപ്പിച്ച് കളയാണ്. അപ്പൊ ഇത് എണ്ണ പരിശോധിക്കുന്നതാണ്. പിന്നെ നമ്മളെ എണ്ണയൊക്കെ ഒരിക്കലും വറുത്ത് കോരി നമ്മള് പ്രിന്റ് ഉള്ള പേപ്പറിലൊന്നും ഇടാൻ പാടില്ല. പിന്നെ കാർബൺ ആണ് പ്രിന്റ്, അത് നമ്മള് ഓയിൽ സോലുബിൾ ആണ്. അപ്പൊ അത് നമ്മള് ഓയിലിൽ വെച്ച് നമ്മളെ ഭക്ഷണത്തേക്ക് ശരീരത്തിന് കോട്ടൺ മുണ്ടൊക്കെ യൂസ് ചെയ്യുന്നു. അല്ല ഈ എന്താ പറയാ, നിങ്ങൾ പറഞ്ഞത് ഫ്രൈ ചെയ്തത് നമ്മളെ ഈ പ്രിന്റ് ഉള്ള പേപ്പറില്, അതെ, നമ്മള് പലഹാരങ്ങൾ പൊരിച്ചിട്ട് അങ്ങനെ പ്രിന്റ് ചെയ്ത പേപ്പറിലേക്ക് ഇടാൻ പാടില്ല. പാടില്ല. അത് പ്രിന്റ് എന്ന് പറഞ്ഞാൽ കാർബൺ ആണ്. കാർബൺ ഓയിലിലേക്കും. അപ്പൊ ഈ ഓയിൽ ഒഴിവാക്കി കളയാൻ വേണ്ടി പലരും എന്ത് ചെയ്യുന്നുണ്ടാവും, പേപ്പറുകൾ അത് ഉപയോഗിക്കും. നമ്മള് പ്രിന്റ് ഇല്ലാത്ത പേപ്പറുകൾ ഉപയോഗിക്കാം, എഴുത്തില്ലാത്ത പേപ്പറുകൾ ഉപയോഗിക്കാം, ബട്ടർ പേപ്പറൊക്കെ ഉപയോഗിക്കാം. പിന്നെ നമ്മള് ഫോർട്ടിഫിക്കേഷനെ കുറിച്ചിട്ട്, ഫോർട്ടിഫിക്കേഷൻ എന്താണെന്നറിയോ? ഈ ചിഹ്നം കണ്ടിട്ടുണ്ടോ? നമ്മളെ റേഷൻ കടകളിൽ നിന്നൊക്കെ വാങ്ങുന്ന +F ചിഹ്നം ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇതിനെ ഫോർട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ സമ്പുഷ്ടീകരണം എന്നാ പറയാ. നമ്മളെ പൊതുജനങ്ങൾക്ക് പോഷകങ്ങളെ കുറവ് പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് എന്താണ് ഈ ആട്ടപ്പൊടിയിലൊക്കെ ഈ ചിഹ്നത്തിന്റെ താഴെ അതിൽ എന്തൊക്കെ ആഡ് ചെയ്തു എന്ന് കാണാൻ കഴിയും. അതായത് അയണ്, ഫോളിക് ആസിഡ്, വിറ്റാമിൻ B12 ഒക്കെ നമുക്ക് ഇതിലൂടെ ഗവൺമെന്റ് തരുന്നുണ്ട്. അപ്പൊ ഇത് സമ്പുഷ്ടീകരണമാണ് ഇതിന് പറയാ. ഇത് നല്ലതാണ്. അപ്പൊ ഇങ്ങനത്തെ ചിഹ്നമൊക്കെ നമ്മൾ ഏത് പാക്കറ്റിലൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചത് എന്താണ്, നല്ലതാണ്, സമ്പുഷ്ടീകരിച്ച് തരുന്നതാണെന്നാ മനസ്സിലാക്കേണ്ടത്. അതിന്റെ താഴെ എന്തൊക്കെ അതിൽ സമ്പുഷ്ടീകരിച്ചിട്ടുണ്ടെന്നും മനസ്സിലാക്കുക. അപ്പൊ പാലിന്റെ ഒക്കെ പാക്കറ്റിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ വൈറ്റമിൻ A യും D ഒക്കെ നമുക്ക് അതില് സമ്പുഷ്ടീകരിച്ച് തരുന്നുണ്ട്.